CI ഓഫീസ് കൊച്ചി സബർ. അയ്യോ കുറുപ്പാണ് സാർ, പരമേശ്വര കുറുപ്പ്, ASI. ഇല്ല സാർ, സർക്കിൾ അദ്ദേഹം ഇനി എത്തിയിട്ടില്ല സാർ. ഓവ വന്നാൽ ഉടനെ വിളിക്കാൻ പറയാം സാർ. ഓവ സാർ. ഓ കുറുപ്പ്, ഏതവനോടാടോ ഇത്ര ഭവ്യതയില്? അയ്യോ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ. എടോ ആരാ വിളിച്ചെന്ന്? ഇദ്ദേഹം ദാ അർജന്റ് ആയിട്ട് ഈ നമ്പറിലോട്ട് തിരിച്ച് ബന്ധപ്പെടാൻ പറഞ്ഞു. ആര്? ഏതോ ഒരു SP അദ്ദേഹം, ഒരു ഫിറോസ് മുഹമ്മദ്. കറക്കട്ടോ? അവിടെ വെക്കണോ? ഇരിക്കപ്പുറത്ത് തരുന്നില്ല സാർ. ഇന്നലെയും ഇന്നുമായിട്ട് ഏതാണ്ട് ഒരു 26 തവണയെങ്കിലും വിളിച്ചു കാണും. ആ കാഞ്ഞു പോയ ശേഖരനെ കുഴിന്ന് മാന്തി എടുത്ത് ജീവൻ വെപ്പിക്കാൻ വന്നവനാ. ആ സേഡ്ജിൽ അവിടെ ഒരു പൊതി കൊടുത്തു വിട്ട് നിങ്ങൾ വന്നായിരുന്നോ? ഓവാ. എങ്കിൽ പിന്നെ അത് വേണ്ടോ ആദ്യം പറയാൻ. ഞെട് തനിക്കുള്ള കിട്ടിയോടോ? ആ ഞാൻ ക്ലബിലേക്കാ. ആര് വിളിച്ചാലും പറയണ്ട ഞാൻ എവിടെ ഉണ്ടെന്ന്. കേട്ടല്ലോ? ഓ രൂപ 1ഉം 2ഉം അല്ല 67,000 പോയി തൊലഞ്ഞു കിടക്കുന്നത്. ഓവാ. അയ്യോ സാർ, അപ്പൊ മറ്റേ SP അദ്ദേഹം വിളിച്ചാലോ? പറയണ്ടെന്ന് പറഞ്ഞപ്പോ അയാളോട് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നെ വിളിക്കാൻ പറ. ഓവാ. ഇത് പൊട്ടിയല്ലോടോ. അകത്ത് 2 എണ്ണം കിടക്കുന്ന എടുക്കട്ടോ സാർ? വേഗം എടുക്കടോ. ഓവാ. അതെ, ഇങ്ങനെയല്ല, ഇങ്ങനെ 5 പേരിലും ചേർത്ത് വെച്ച് നല്ല സ്മാർട്ടായിട്ട്. സീലടോ സാർ. ഇതൊന്ന് പോളിഷ് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ ഏതെങ്കിലും ഒരു തെണ്ടിക്ക്. അയ്യോ ഞാൻ ഇപ്പൊ തന്നെ പോണോ. വെരി ഗുഡ്. ഒരല്പം കൂടെ ഒന്ന് പരിശ്രമിച്ച് ഒന്നുകൂടെ ഒന്ന് ഉന്നം പിടിച്ചറിഞ്ഞാൽ മതിയടോ. നല്ല കൃത്യമായിട്ട് ചെന്ന് കൊണ്ടോളും രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത്. അതങ്ങ് തുപ്പിക്കളയടോ. എടോ ആ വായി തള്ളി കെട്ടിയിരുന്ന കോല് തുപ്പിക്കളയാൻ. ഇദ്ദേഹം ഇങ്ങോട്ട് ഇരിക്കാം സാർ. ഞാൻ ഫിറോസ് മുഹമ്മദ്, SP. തന്നെ അന്വേഷിച്ച് പലതവണ വിളിച്ചിരുന്നൂടെ? ഐ വാസ് ഓൺ ഡ്യൂട്ടി സർ. ഐ സി. എന്ത് ഡ്യൂട്ടി സാർ? മറ്റേ ബ്യൂട്ടി പാർലർ വാണിഭ കേസിലെ 7ാം പ്രതി ഒരു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ കനിഞ്ഞനുഗ്രഹം കൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്ന് പേര് വെട്ടി കിട്ടിയ മുൻ മന്ത്രിക്ക് പകരം പ്രതിയായവൻ. ഭാവം ജമാൽ വർമ്മിൽ ഹസൻ കോയ, മറ്റേ മാമ. അവൻ ഇവിടെ മട്ടാഞ്ചേരിയിൽ ഒരു ഗുണ്ടിൽ ഒളിവിൽ ഇരിപ്പുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കോഴിക്കോട് നിന്ന് DYSP വിളിച്ചു പറഞ്ഞിരുന്നു സാർ. എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് ഒറ്റുവല വെച്ച് നോക്കി, വീണില്ല. ഇനിയിപ്പോ രണ്ടാമത് ഒന്നും കൂടി പൊത്തി നോക്കണം. വീഴുവോന്നല്ലേ? വീഴും സാർ. സാർ എന്നാ പിന്നെ ഡ്യൂട്ടി ഉള്ളല്ലേ? ചെല്ല് സാർ. എടോ വാഴക്കാലി സാർ. കറക്കി കുത്തു പഠിച്ചിട്ടുണ്ടോ താൻ? ഇല്ല സാർ. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല സാർ. എന്നിട്ട് ഇന്നലെ എത്ര രൂപ പോയടോ എനിക്ക് ക്ലബില്, റമ്മി ടൂർണമെന്റില്? 67 അതോ 68,000? ഞാനിതെങ്ങനെ ഗ്രഹിച്ചു എന്നല്ലേ? നിസ്സാരാടോ, ചുമ്മാ കറക്കി കുത്തിയാ മതി. എടോ വാഴക്കാലി, തന്നെയൊക്കെ പോലെ രാവും പകലും ആഫീസിൽ ഇരിപ്പുറയ്ക്കാത്ത പോലീസേമാർക്ക് പിന്നെ 3 ഹൈഡൌട്ട്സേ ഉള്ളൂ മെയിനായിട്ട്. ഒന്നുകിൽ ജൂറിസ്ഡിക്ഷനിൽ ഏറ്റവും മുന്തിയ ബാർ ഹോട്ടൽ, അതല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ നല്ല കിളിന്ത് പെമ്പിള്ളേരെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുപാണിപ്പം നടത്തുന്ന ചില പെശക ചേട്ടത്തിമാരുടെ അടുക്കള ചായ്പ്, അതുമല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്തുള്ള ദിവ്യന്മാരായ രാക്കോഴികളുടെ ചീട്ടുകളി ക്ലബ്ബ്. 3 തന്നെ തപ്പിയിട്ട എന്റെ വരവ്. എന്നിട്ടിപ്പോ പോയ കാശ് തിരിച്ചു പിടിക്കാനുള്ള ടെൻഷനില് ഇവിടെ വന്ന് ഇന്നത്തെ കളക്ഷൻ വാരിയെടുത്തോണ്ടുള്ള പോക്ക ക്ലബിലേക്ക്, അല്ലേടോ? എന്നിട്ട് ഇപ്പൊ എത്ര കാണും പോക്കറ്റില്? ഇല്ല സാർ, ഇത് ഞാൻ ബാങ്കിൽ നിന്ന് എടുക്കണോ? എടുക്കാൻ തിരിച്ചു പിടിക്കണോ? ഹരിവംശിലാൽ പന്നാലാൽ ആൻഡ് കോ, ഫൈനാൻസിയേഴ്സ് ആൻഡ് പോൺ ബ്രോക്കേഴ്സ്. ഇയാൾ ഏതാണ്ട് ഒരു പഴയ സ്മഗ്ലർ അല്ലടോ ഈ പന്നിലാൽ? അല്ല. അതെ സാർ. ഓ, അപ്പൊ താനും വാങ്ങിച്ച് പോക്കറ്റിൽ തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് പന്നലാലിന്റെ കാശല്ലേടോ? അയ്യോ സാർ. വേണ്ട വേണ്ട, എടുക്കരുതേ സാർ. അപ്പൊ വാഴക്കാലി സാർ, തന്നെ ഇവിടെ തന്റെ കീഴ് ജീവനക്കാരുടെ മുമ്പിൽ നിന്ന് ബലമായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോകണില്ല ഞാൻ. സാർ. സോ കമാൻഡ് മീറ്റ് മീ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ ഓഫീസിൽ. ശേഖരൻ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വെച്ച ഫസ്റ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് തന്നോട് ചിലത് ചോദിച്ചറിയാനുണ്ട് എനിക്ക്. SME ഇൻട്രോഗേഷൻ. സാർ നാളെ രാവിലെ എനിക്ക് കോടതിയിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടെന്നല്ലേ? അവധിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ APPയോട്. സാർ. പിന്നെ ഒരു സ്മോൾ അഡ്വൈസ്, വെച്ച് നീട്ടുന്ന ഏത് നാറിയാണെന്നല്ല വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് നക്കാൻ. ഇല്ലെങ്കിലേ ചിലപ്പോ ദഹിക്കുകയല്ല.
അജീർണം പിടിക്കും, അജീർണം. മനസ്സിലായോട്? ഉവ്വ ഓ പോട്ടെ. സാർ. ഉം. അതെ, ഞാൻ എണ്ണി. ഞാൻ ഇവിടെ വന്ന് കേറിയിട്ടിപ്പോ ഈ ഒച്ചയില്ലാത്ത തെറി പറഞ്ഞതും കൂടെ കൂട്ടി ഇത് 4ാമത്തെ തവണയാ താൻ എന്നെ ഈ പല്ല് ഞെരിച്ച് പേടിപ്പിക്കുന്നത്. ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞെരിച്ചാലുണ്ടല്ലോ, നിന്റെ ഈ പൊത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് വെക്കിട്ട് ഇട്ടിച്ചതിന്റെ മോനയുടെ ബോൾട്ടടക്കം ഞാൻ കേട്ടോ. കൊള്ള മോനെ. അപ്പോ നാളെ കൃത്യം 10 മണിക്ക്. നമ്മുടെ പുറകിലത്തെ കുളത്തിൽ ഇപ്പോഴും പണ്ടത്തെ പോലെ വരാലിന്റെ നല്ല കിളവുണ്ടോ? അയ്യോ വേണ്ട വേണ്ട, വാളമ്പിളി വയറ്റി പിടിക്കത്തില്ല, വറുത്തരച്ചാ മതി. അയ്യോ, ഇവിടെ നമ്മുടെ ഡ്രൈവറും വന്നിട്ടില്ലല്ലോ. ആ വേണ്ട, പകരം വേറൊരാളുണ്ട്, ഞാൻ അങ്ങോട്ടേക്കാം. ജീപ്പിലിടും. ഉണ്ട് സർ. അയ്യോ, വേറെ ഡ്രൈവറല്ല, ഇതിന്റെ ഒരു സർക്കിളാ. ഓക്കെ ഓക്കെ എടുത്തി. ഓക്കെ, നമ്മുടെ കള്ളനോട്ട് കേസിൽ സബ് ജയിലിൽ കിടക്കുന്ന സത്യപാലം കോൺട്രാക്ടർ ഇല്ലടോ, അയാളുടെ മെമ്പർ നോക്കിയാ. സർ. താൻ പോണ വഴിക്ക് അവിടെ ഒന്ന് കേറിയിട്ട് തിരിച്ച് നേരെ ഇങ്ങോട്ട് വരണം. സർ. അവരൊരു 6 റുപ്പീസ് സ്കോച്ച് തരും, പിന്നെ മീൻ കറിയും. ഒരേടം നിറച്ച് വാഴയാ. കൊലപണി കണ്ടിട്ട് താനും പിടിക്കും. സാർ അത് അയാൾ അകത്ത് കിടക്കലോ. സർ. ഇപ്പൊ എന്നാ ചോദിച്ചാലും എടുത്തു തരും ചേട്ടത്തി. പേടിയാ. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. ഇങ്ങ് വാടോ. സർ. എന്തിനാ വിളിപ്പിച്ചെന്ന് മനസ്സിലായി ഫിറോസിനെ? ഇല്ല സർ. താനെന്താ വലിയ തമാശക്കാരനാ? ഏയ് എന്താ സർ? അല്ല, ഇന്നലെ താൻ ചില തമാശകൾ കാണിച്ചു എന്ന് പറഞ്ഞ ഇയാളുടെ ഓഫീസിൽ. അത് തമാശയല്ല സർ. ഐ വാസ് വെരി സീരിയസ്. നിർത്തണം. സർ. താനെന്താ വലിയ ചട്ടമ്പിയാ? ഏയ് അങ്ങനെയൊന്നുമില്ല സർ. പിന്നെന്താടോ, ഒരു സബോർഡിനേറ്റിന്റെ മുന്നിൽ വെച്ച് ഇയാളുടെ ഉടുപ്പിനെ കുത്തി പിടിച്ചതാൻ? എടോ, ചോദിച്ചത് കേട്ടില്ല തന്നോട്? പിടിച്ചോന്ന്. ഓ സർ, പിടിച്ചു. ബ്ലഡി പോക്കത്ര കാണിച്ചതും പറ, നെളിഞ്ഞെന്ന് ഉത്തരം പറയുന്നു. സ്റ്റോപ്പ് ഇറ്റ്. സർ. അവനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. എടോ, എന്റെ തലക്ക് മുകളിൽ കയറി എന്നെ നാറ്റിക്കാനല്ല, താഴെ ഇരുന്ന് മര്യാദയ്ക്ക് കേസ് അന്വേഷണം നടത്താനാ തന്നെ കൂടെ കെട്ടിയെടുപ്പിച്ചത് അങ്ങ് തലസ്ഥാനത്ത് നിന്ന്. എന്താ സംശയമുണ്ടോ എനിക്ക്? ഇല്ല സർ, മനസ്സിലായി. ആ, എവിടെ എന്തൊക്കെ അന്വേഷിക്കണം, എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന് കൃത്യമായ അക്കവും അടിവര വിട്ടങ്ങ് പറഞ്ഞു തരും. അത് അക്ഷരം പ്രതി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരുന്നോളാം. സർ. അല്ലാതെ ചുമ്മാ കയറി ഓർസ് മാറ്റ് കളിച്ചാലുണ്ടല്ലോ, അന്ന് അഴിച്ചു ഒപ്പിക്കാൻ തന്നെ ഈ തൊപ്പിയും കുപ്പായും സകലതും സർ. സകല വഴക്കേം. സർ. ആ പോട്ടെ, യു ക്യാൻ റിലാക്സ് നൗ. സർ. എടോ ഫിറോസേ, സർ. അനിയ, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ ഞാൻ. പക്ഷെ എന്റെ കീഴിലുള്ളവര് അങ്ങ് കോൺസ്റ്റബിൾ തൊട്ട് മേലോട്ട് സകലവന്മാരും നല്ല ഒത്തൊരുമയോടുകൂടി പോണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം സഹായിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ. അല്ലടോ വാഴക്കാലി? യെസ് സർ. ആ, എന്താ അനിയ, സഹകരിച്ച് പോകാലോ ഇനി അങ്ങോട്ട്? അല്ലേ? ഇല്ല സർ, പറ്റില്ല, ബുദ്ധിമുട്ടാണ്. എന്താടോ, എന്താ പറയാ? ദാ ഇവനെ പോലുള്ള പരമ ചെറ്റകളോടൊക്കെ സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. സ്റ്റോപ്പ് ഇറ്റ്, യു ബ്ലഡി. ആ ചുമ്മാ കൊരക്കല്ലേ സാറേ, പറഞ്ഞോട്ടെ. അതെ, ഈ വ്യഭിചരിക്കാൻ ഇറങ്ങുന്ന ചില പകൽമാന്യന്മാര് ഉടുത്തിരിക്കുന്ന ചീലയഴിച്ച് തലവഴി മൂടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ സാർ. അതുപോലെ പലതും മറയ്ക്കാനും മൂടിപ്പിടിക്കാനും വേണ്ടിയിട്ട് യൂണിഫോം ഇടുന്ന സാറിനെ പോലുള്ളൊരു കുറച്ചാല് ഹൂ വിൽ ബോദർ സർ? അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ ചോറ് തിന്നുന്ന സർവീസ് നായ്ക്കളുണ്ടല്ലോ, പോലീസ് ഡോഗ്സ്, അവര് കുറയ്ക്കുന്ന വില പോലും കൽപ്പിച്ചു കൊടുക്കുകയില്ല ആണൊരുത്തനും. പട്ടി അടിച്ചു. അതെ സഭാപതി സാറേ, കേട്ട് കാണും. സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഫിറോസ് സംഘടിപ്പിച്ചെടുത്ത 3 സസ്പെൻഷൻ 3ഉം ദാ ഇതിനാ. ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് കേട്ടോ സാർ, ഒരു 10-14 വയസ്സ് വരെ ഈ കൊച്ചിയിലെ ചില അറാം പറഞ്ഞ കാക്കാപ്പിള്ളേരുടെ ഇടയിൽ കിടന്ന് കൊണ്ടും കൊടുത്തും വളർന്നാ ഞാൻ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ പാതിരെ നോക്കി പീച്ചങ്കത്തി കയറ്റി ഞാൻ. അതാ നമ്മുടെ സ്റ്റൈല്. സോ സാറായിട്ട് ഇനി എന്നെ നിർബന്ധിക്കരുത്. ഈ 3ന്റെ പുറത്ത് 4ാമതൊരു സസ്പെൻഷൻ കൂടെ വാങ്ങിച്ചെടുക്കാൻ ഉപദ്രവിക്കരുത്. താങ്ക് യു സാർ. Wow, what a man, Dad. നല്ല അസലാണത്തമുള്ളാണ്. Oh, the real macho. I just love him, Dad. But look, Dad. ഇത് ഡാഡി കാണിക്കുന്ന പോലെ ഫേക്ക് അല്ല ഡാഡ്. ദേ ശരിക്കും ദേ എന്റെ രോമം എഴുന്നേറ്റ് വരുന്നു ഡാഡ്. നോക്കൂ ഡാഡ്. ബട്ട് പ്ലീസ് ഡാഡ്, ജീവിതത്തിൽ ഒരിക്കല്
ഒരൊറ്റ തവണ ദാ ലൈക്ക് ഹിം നല്ല നട്ടലുള്ള ഒരു ആണാവണമെന്ന് കൊതി തോന്നണില്ലേ എന്റെ പൊന്നു ഡാഡിക്ക്? ജസ്റ്റ് ഫോർ വൺസ്, ഒരേ ഒരു തവണ. Yep, that's it man. You did it for once. നല്ല സ്റ്റൈലനാണ്. And I love you for that. ഓ, ഇങ്ങനൊരടി ഈ ഡാഡി നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ നന്നായി പോയേനെ. അല്ലേ ഡാഡ്? എനിവേ, better late than never. Bye dad. എക്സ്ക്യൂസ് മീ പ്ലീസ്. യെസ്, എന്നോട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. യാ കമൻ. ദാ കണ്ടില്ലേ, പഴയ വിൻസെന്റ് പീറ്റർ കേസ് മുതൽ ഇങ്ങോട്ട് ജാഗ്രതയിൽ അച്ചടിച്ചു വന്ന ഓരോ സെൻസേഷണൽ റിപ്പോർട്ടിലും ഉണ്ട് എന്തൊക്കെയോ എവിടേക്കോ ചെന്ന് കൊള്ളുന്ന ചില ധ്വനികൾ. പക്ഷെ ശേഖരേട്ടന്റെയും ഹരിദാസിന്റെയും മർഡറുമായി ബന്ധപ്പെട്ട് ഇവയിൽ ഏതിലെങ്കിലുമൊക്കെ എന്തെങ്കിലും ചില ഡെഫിനറ്റ് ലീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ, തോന്നൽ, ആരോമിന്ദ്രിയം ഓർ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. യെസ്, കുഡ് ബി. പിന്നതാ കേസ് സംബന്ധിച്ച ഫയൽസ്, ഓൾ വാട്ട് ഐ കുഡ് ഗ്യാദർ. ബട്ട് വൈ? പറഞ്ഞില്ലേ, ഈ കേസിൽ യു ആർ അസൈൻഡ് ടു ഡു ദ ഫോളോ അപ്പ് ഫോർ കേരള രശ്മി. ഹേയ്, ശരിക്കും? യെസ്, ആൻഡ് ലിസൺ, പത്രമുതലാളി പരമ്പരയുടെ പ്രിവിലേജസും പാട്ടത്തിൽ ഫാമിലിയുടെ കണ്ണിങ്ങും പിന്നെ പ്രായത്തിൽ കവിഞ്ഞ ബ്രില്യൻസും ഉണ്ടല്ലോ എന്ന് കരുതി നിനക്ക് ചെയ്യുന്ന സൗജന്യമൊന്നുമല്ലത്. ആൻഡ് അഗൈൻ, കേരള രശ്മിയിലെ കുട്ടിക്കാനം പോലെയുള്ള ഏതെങ്കിലും ഒരു സീനിയർ CID റിപ്പോർട്ടറെ ഇത് ഏൽപ്പിച്ചു കൊടുത്താൽ പഴയ ചാരക്കേസ് ലൈനിൽ കൽപ്പിത കഥകളും നുണകളും ചേർത്തെഴുതി പൊലിപ്പിച്ച് വേണ്ടി വന്നാൽ ഒരു 6 മാസം വായനക്കാരനെ വിഭ്രമിപ്പിക്കാൻ പോകുന്ന വിൽപ്പന ചരക്കുകളും ഉണ്ടാവും ഈ കേസിലെന്ന് അറിയാഞ്ഞിട്ടുമല്ല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. മുമ്പ് ഹരിദാസിനെ കാണാനും അന്വേഷിച്ചു പിടിക്കാനും നീ കാണിച്ച ഇനിഷ്യേറ്റീവ്, അതിന്റെ പേരിലാണ് നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഡു എ സ്ട്രേറ്റ് ജോബ് ആൻഡ് കീപ് മീ ടോൾഡ്. സർ, യെസ്. യാ, one moment please. Call for you. ഒരു ഫിറോസ്. Hi Firo. Where the hell are you? You fool. Like hell you called me. 3 ദിവസം ഞാൻ കാത്തിരിക്കുന്നു നിന്റെ ഒരു ഫോണിന്. നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. Stupid. അച്ചായത്തി ഹമുക്കേ സ്റ്റുപ്പിഡ് നിന്റെ മറ്റേ. Come on, give me one. Hey you. I said give me one. ഓടാ അവിടുന്ന്. ചീ. എടി ഹമുക്കേ ഒരു ഉമ്മ തരാൻ. ഇവിടുന്ന് ഉമ്മയൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ. Look, I'm at my editor's office. Sorry. അതിനാരാടി ഇത്രയും മൂത്ത നിന്റെ എഡിറ്റർ? Look Feroz, I'll get back to you. I said I'll get back to you. Get lost, you schmuck. He is, you know. Yes, I do know. നിന്റെ മറ്റവൻ അല്ലേ? അയ്യോ. ഫോണിൽ കൂടെ ഉമ്മ ചോദിക്കണമെങ്കിൽ പിന്നെ ആരാടിയത്? നിന്റെ മറ്റവനല്ലാതെ പറയടി, ആരാവൻ? Feroz, my heartthrob. But don't allow the kudichain, okay? Hello sir. ഹലോ. ഹലോ സർ. മനസ്സിലായല്ലോ അല്ലേ? He is ഫിറോസ് മുഹമ്മദ്. പേരങ്ങനെയാണെങ്കിലും ഒരു DIG ലെവൽ മുതൽ മേലോട്ടുള്ള സർക്കിൾസില് ഫിറോസ് എന്നല്ല, ഫിറോഷ്യസ് എന്നാണ് വിളിപ്പേര്. Am I right? ഏയ് അങ്ങനെയൊന്നുമില്ല സർ. അറിയാവടോ. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മട്ടാഞ്ചേരി. അതെ സർ. 9ാം തരം വരെ വിഠോബ സ്കൂളിൽ. 14ാമത്തെ വയസ്സിൽ പെങ്ങളെ കോളേജ് ഗേറ്റിൽ തടഞ്ഞു വെച്ച് നിർബന്ധപൂർവ്വം ഒരു പ്രണയലേഖനം പിടിപ്പിച്ച ലോക്കൽ ദാദയുടെ പതിരയ്ക്ക് പീച്ചാങ്കത്തി കയറ്റി നാട് വിട്ടിട്ട് പിന്നെ പഠിച്ചതും ഇത്രയൊക്കെ വളർന്നതും മദിരാശി ഉമ്മാട് ആംഗ്ലമാർക്കൊപ്പം അല്ലേ? Oh Christ. അല്ല സാർ ഇതൊക്കെ ഉപജീവനം പത്രമല്ലേ ഫിറോസ്? ഇറ്റ്സ് മൈ ജോബ് ടു നോ. കം. Hi Devu. What a surprise, da. ശരിക്കും ഒരു വീട്ടുകാരത്തിന്റെ ലൈൻ ഉണ്ടല്ലോ നിനക്ക് ഇവിടെ. ഹേയ്, മുമ്പ് ഇവിടെ വന്നപ്പോ സ്വന്തം കൈപ്പടയിൽ ഒരു ചായ ഉണ്ടാക്കി കുടിപ്പിച്ചു നന്ദൻ. എന്താ പറയാ, ഒരു ചായക്കൊക്കെ ഇത്ര ബോറാവാൻ പറ്റുന്ന അന്ന് എനിക്ക് മനസ്സിലായത്. സോ നീ ഇന്നിങ്ങനെ നിന്റെ ഹാർട്ട് ത്രോബിനെ കൊണ്ടിവിടെ വരുന്നു നന്ദൻ വിളിച്ചു പറഞ്ഞപ്പോ ഐ തോട്ട് ഐ വിൽ പ്ലേ ഹോസ്റ്റസ്. വെറുതെ ഒരു ആതിഥേയയുടെ വേഷം കെട്ടി നോക്കിയതാ. ഇവള് പറഞ്ഞു കാണും വി ആർ കോളേജ് മേറ്റ്സ്. ദേവിക ശേഖർ. ഓ, അങ്ങോട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ 1-2 തവണ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷേ ചോദിക്കാനുള്ള മുഴുവൻ
മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പതുക്കെ മതിയെന്ന് വിചാരിച്ചു. താങ്ക്സ്. താങ്ക്സ് ഡാ. ആൻഡ് സർ, താങ്ക് യു ഫോർ മൈ പോസ്റ്റിംഗ്. താങ്ക്സ് ഫോർ വാട്ട് ഫിറോസ്? ഈ കേസിൽ ഇപ്പോഴത്തെ ഈ പോസ്റ്റിങ്ങിന് എടീ, ഹോം മിനിസ്റ്റർ ചില പ്രഷേഴ്സിന് വഴങ്ങിയിട്ട് ആദ്യം ഒരു ഗോസായുടെ പേരാ ക്യാബിനറ്റ് തീരുമാനിച്ച് ഇങ്ങോട്ടയക്കാൻ. ദെൻ വെറുതെ ഒരു അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു ബുദ്ധൂസിനെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിച്ച് വിട്ടാല് അവനെ അതേ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ടും കെട്ടിയെടുപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് തലസ്ഥാനത്തേക്ക് ഒരു അൾട്ടിമാറ്റം ചെന്നു CM-ന്. എ ഫോൺ കോൾ ഫ്രം കൊച്ചിൻ. ഐ തിങ്ക് സാറ് തന്നെ എന്റെ പേര് സജസ്റ്റ് ചെയ്തു CM-നോട്, ഇല്ലേ സാർ? ഹേയ്, ഞാനങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ അൾട്ടിമാറ്റം ഭീഷണി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചാല് അതേടാ ഐ എം ഓൾസോ ചീഫ് എഡിറ്റർ, അന്നെക്കാളും മുയിത്ത പത്രാധിപരാടാ ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വരട്ടും നമ്മുടെ മുഖ്യമന്ത്രി. ബട്ട് ഹി ഹാഡ് ഇമ്മൻസ് റിഗാർഡ് ഫോർ ശേഖരേട്ടൻ. പ്രസ്ഥാനത്തെയും ഭരണത്തെയും കടൽക്കിഴവന്മാരുടെ പാർലമെന്ററി വ്യാമോഹങ്ങളെയും ഒക്കെ എന്നും അടച്ച് പുലഭ്യം പറഞ്ഞിരുന്ന ശേഖരൻ എന്ന ജനുവിൻ റവല്യൂഷണറിയോട് ഒരു പഴയ വിപ്ലവകാരിക്ക് തോന്നിപ്പോയ ആദരം. ഐ തിങ്ക് ദാറ്റ് ഡിഡ് ഇറ്റ്. പിന്നെ വിളിക്കുന്ന സാറ് നേരിട്ടാവുമ്പോ പണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത സഖാവിന്റെ മകൻ എന്ന പേരുള്ള ഒരു വാത്സല്യം, ഒരു കൺസിഡറേഷൻ, ഐ ബിലീവ് ദാറ്റ് ടു ഹെൽപ്. ഇല്ലേ സാർ? ഹേയ്, ആ പിന്നെ ഫിറോസ്, തന്റെ ഈ സർവിളി സൗണ്ട്സ് വെരി എംബാരസിംഗ്. എന്നെ നന്ദൻ എന്ന് വിളിക്കാൻ തനിക്ക്? നോ സർ, അങ്ങനെ സാറിന് തന്നെ തീർത്തും വിളിക്കാൻ ഒരു അവകാശമുണ്ട് എനിക്ക്. വൈ? സാറിന് ഓർമ്മ വഴിയില്ല, പക്ഷേ ഒരൊറ്റ തവണ ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തില് ലെക്ചർ ഹാളിന്റെ മുൻനിരയിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ അക്കാഡമിയിൽ IPS ട്രെയിനിങ്ങിനിടയ്ക്ക്. ഊവ് സർ, പണ്ട് മനഃപൂർവ്വം ഏതോ അടിപിടി കേസിൽ പ്രതിയായി മറാഠ സെൻട്രൽ ജയിലിൽ കടന്നുകൂടിയിട്ട് അവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒറ്റ കയറിയില്ലേ ബ്ലിറ്റ്സ്ട്രേക്കില്, ജയിലിലെ ക്രൂരതകളെ കുറിച്ച്, തടവുകാരുടെ പ്രോബ്ലംസിനെ കുറിച്ച്. അതിന്റെ ബേസിസിൽ അന്ന് അക്കാഡമിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഒരു ടോക്കൺ ഓൺ ജയിൽ റീഫോംസ്. അന്ന് ഫോട്ടോഗ്രാഫിൽ ഒരു കയ്യൊപ്പ് വാങ്ങിച്ചത് ഇപ്പോഴും നല്ല വെടിപ്പോടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. സോ ഐ തിങ്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാ ഇവൻ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ കുനിഞ്ഞു കുത്തി ഭവ്യതയായിട്ട് നിൽക്കുന്നത്. താങ്ക് ഗോഡ്. സോറി സാർ. ഫിറോസ്, I think it's time we had a little chat about this case. Sir. Come. ഇന്നലെ കണ്ടപ്പോ പറഞ്ഞിരുന്നില്ലേ, വെറുതെ പോലും ശേഖരേട്ടൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ജാഗ്രതയിലെ ഒരാഴ്ചത്തെ ഫോൺ കോൾസ് ഔട്ട് ഗോയിങ് അതൊന്ന് പ്രത്യേകം സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്ന് ചെയ്തു. ഇതാ ഇതിലുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ മുഴുവൻ ഫോൺ കോൾസിന്റെ ലിസ്റ്റ്. ആ റെഡിംഗ് മാർക്ക് അല്ലേ സാർ? കൊല്ലപ്പെട്ട അതേ ദിവസം ശേഖരേട്ടൻ ഓഫീസിൽ നിന്ന് ആദ്യം പുറത്തുപോയിന്ന് ഉദ്ദേശം പറയപ്പെടുന്ന സമയത്തിന് തൊട്ടു മുൻപ്, അല്ലെങ്കിൽ അതിനുശേഷം ഉടൻ ദാ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോൾ പോയിട്ടുണ്ട്. ജാഗ്രത. പിന്നെ സത്യം പറയാമല്ലോ എന്റെ ഫിറോസ് സാറേ, വിളിച്ചത് ഞാൻ തന്നെയായി സൈഡ് ജിയെ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോ നിങ്ങളുടെ ഈ CID സ്റ്റൈലിലുള്ള അന്വേഷണം, ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന പോലുള്ള ഒരു ചോദ്യം ചെയ്യല്, ഇതൊക്കെ ഭയങ്കര ചീപ്പായി പോയി സാറേ. ശരിക്കും പത്രഭാഷയെ പറഞ്ഞാല് അങ്ങേയറ്റം അപലപനീയം. അല്ല, ഇതിപ്പോ ബുദ്ധിയും മൂളെ ഉറക്കാത്ത പോലീസുകാർ മാത്രമല്ല, ബുദ്ധി ഉറച്ചു എന്ന് ഞെളിയുന്ന ചില പത്രക്കാരും കൂടെ ഈ മണ്ടത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നല്ലോ എന്ന് കാണുമ്പോഴാ കഷ്ടം. അല്ലേ മിസ്റ്റർ നന്ദൻ? അതെ, സേട്ടുവിനെ വിളിച്ച താനാണെന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ, വിളിച്ചെന്തിനാണെന്ന് കൂടെ പറയണം. ഇപ്പൊ നിങ്ങൾ ഈ ചോദിച്ചോണ്ടല്ലോ എന്തിനാ വിളിച്ചതെന്ന്, അതിന്റെ ഉത്തരം പോലീസല്ല, സാക്ഷാൽ സുപ്രീം കോടതി വിളിച്ച് ചോദിച്ചാലും ശരി, കമാന്നൊരു അക്ഷരം മിണ്ടാതിരിക്കാം ഒരു ജേർണലിസ്റ്റിന്. എന്താ, അങ്ങനെ ചില അവകാശങ്ങളും കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഈ വർഗത്തിന്, ഇല്ലേ നന്ദഗോപാൽ സാറേ? കേട്ടോ ഫിറോസ് സാറേ, വേണ്ട ഈ 1.25 ചക്രത്തിന്റെ പത്രപ്രവർത്തനം മാത്രമല്ല, മറ്റു ചില മാന്യമായ ഇടപാടുകളും കൂടി ഉണ്ട് ഈ അരവിന്ദന്. കേട്ട് കാണും. സുഷമ ഓവർസീസ് ലിങ്ക്സ് എക്സ്പോർട്ട് കമ്പനി, ഞാൻ പാർട്ട്ണർ, സുഷമ മാനേജിംഗ് പാർട്ട്ണർ. ഓ, അങ്ങനെ ഒരു. അതെ, നിങ്ങളുടെ ഈ ഒറ്റ ഫോൺ കോൾ മാത്രമൊന്നുമല്ല, കമ്പനിയുടെ ഓരോ ആവശ്യത്തിന് ചിലപ്പോൾ വാരത്തിൽ ഒരു 4-5 തവണയെങ്കിലും ബന്ധപ്പെട്ടെന്നിരിക്കും ഞങ്ങൾ ഈ സൈഡ് ജിയുമായിട്ട്. മിക്കവാറും സുഷമ, ചിലപ്പോ ഞാനും. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളെ പലതും ഉണ്ട് ഞങ്ങൾ തമ്മിൽ. എന്താ, ഇനി അതിനും കൂടെ വല്ല തെളിവും തരണമായിരിക്കും ഇദ്ദേഹത്തിന്. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു 2 മിടുക്കന്മാര്. പറഞ്ഞു രക്ഷപ്പെടാൻ മിസ്റ്റർ, പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ സിറ്റിയിൽ ഒരു സീനിയർ പത്രപ്രവർത്തകൻ അരവിന്ദൻ. ചുമ്മാ എന്റെ ദേഹത്ത് കയറി കൈവച്ചാലുണ്ടല്ലോ തൊപ്പി തെറിപ്പിക്കും ഞാൻ സാറിന്റെ. വിട്ടേരുടെ അയാളെ പറഞ്ഞില്ലേ, സിറ്റിയിലെ ഈ സീനിയർ പത്രപ്രവർത്തകനെ പോലീസുകാർ കൈവച്ചു ഒന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാൽ പിന്നെ അതൊരൊറ്റ കാരണം മതി തന്റെ തൊപ്പി എറിയാൻ.
അല്ലേ അരുന്നൻ? ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആ, വിട്ടോ. മാറി നിൽക്കണോ. പോണം നിനക്കല്ലേ നന്ദൻ? ശബ്ദിച്ചു പോയത് കേറ്റിക്കളഞ്ഞ ഞാൻ. നന്ദൻ, അതേടോ പത്രപ്രവർത്തകനെ പോലീസ് കുത്തിപ്പിടിച്ചാലേ ഉള്ളൂ സെൻസേഷൻ. ഒരു പത്രപ്രവർത്തകന് മറ്റൊരു പത്രപ്രവർത്തകനെ ഇങ്ങനെ കുത്തിപ്പിടിക്കാം. ഏറിയാൽ അതൊരു വീട്ടുവഴക്ക്, അതല്ലെങ്കിൽ ഒരു പെറ്റി കേസ്. ഇനി അതിലും കടന്നാൽ ഒരു ബോക്സ് ന്യൂസ്. അത്രയ്ക്ക് വരാനുള്ളൂ ഇതുകൊണ്ട്. ആൻഡ് അബ്സല്യൂട്ട്ലി നോ സെൻസേഷൻ. ഒരുത്തന്റെ ഒരു തൊപ്പിയും തെറിക്കാൻ പോണില്ല ഇതുകൊണ്ട്. എന്താ അവന്റെ സുഷമ ഓവർസീസ് ലിങ്ക്സ്, അവന്റെ അച്ഛയുടെയും കൊടുക്കൽ വാങ്ങല് കണ്ടില്ലേ? നിന്റെ കുടുംബത്തെയും നിന്റെ സുഷമയുടെ മറ്റേ ലിങ്ക്സിന്റെയും കഴിഞ്ഞ 6 മാസത്തെ ടെലിഫോൺ ബിൽസിന്റെ കോപ്പി അതില്. ഇതിലൊരൊറ്റ കോൾ പോലും വിളിച്ചിട്ടില്ല നീ നിന്റെ അച്ഛയും ആ സേട്ടിന്റെ ഒരു നമ്പറിൽ പോലും. സമ്മതിച്ചോടാ? മൂളുണ്ടോടാ പോലീസുകാർക്ക്? പറയടാ, എന്തിനാ നീ സേച്ചി വിളിച്ചത്? പറയാം. പറയടാ. അത് സുഷ്മയ്ക്ക് ഒരു പുതിയ മാരുതി വേണമെന്ന് പറഞ്ഞ് അവള് വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോ ഫൈനാൻസിന് വേണ്ടി വിളിച്ചാ ഞാൻ ഈ സേഡ്ജിയെ. സത്യം. നിർത്തടാ. അല്ല സാറേ, ഒന്നും ചിടുങ്ങാതെ പോവാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് ഫിറോസ് ഖാൻ, സർ. എന്താ വിശ്വാസം വരുന്നുണ്ടോ തനിക്ക് ഇവൻ ഈ പറഞ്ഞത് കാർ ലോണിന്റെ? നോ സർ. ബട്ട് ദെൻ ദിസ് ഫെലോ ഇസ് എ ബോൺ ലയർ. വെറുതെ ഈ ഫോൺ കോൾസിന്റെ മാത്രം ബേസിസിൽ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യാൻ ഒരു വാറന്റ് വേണമെന്ന് താൻ ആവശ്യപ്പെട്ടാൽ ഐ ഡോണ്ട് തിങ്ക് എനി കോർട്ട് ഓഫ് ലോ വിൽ എന്റർടൈൻ ദാറ്റ്. സോ നാളെ രാത്രി തന്നെ നമ്മൾ പറഞ്ഞുറപ്പിച്ച സാധനങ്ങൾ പുറംകടലിൽ എത്തിച്ചു തരും ഈ ആണ്ടവൻ. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് എനി മോർ. ജി, പിന്നെ മംഗലാപുരം വരെ കൂട്ടത്തില് ഞാൻ ആണ്ടവനെ കൂടെ വിട്ടുതരാം. നിനക്കൊരു ഉറപ്പിന്. എന്താടാ, സന്തോഷമാവില്ലേ നിന്റെ ബഡാ ഭായ് അശ്വിൻ പട്ടേലിന്? वो तो एकदम खुश हो जाएगा. अबे धनुष, अरे तू कब आए बेटे? शाम को सेठ जी. अरे बोलो बेटे, अपन को क्या क्या लाया है तुमने मम्मी से? മതിയടോ, നിർത്ത്. എന്തായി? ഇവന്റെ പരാതി എഴുതി ഏൽപ്പിച്ചോ സഭാപതിയുടെ കയ്യില്? जी. ആ, ഇനി എന്റെ ഒരു കവറിംഗ് ലെറ്റർ കൂടി വാങ്ങിച്ചു വെച്ചിട്ട് നാളെ തന്നെ CM-നും ഹോം മിനിസ്റ്റർക്കും DGP-ക്കും നേരിട്ട് എത്തിച്ചു കൊടുക്കണം. കംപ്ലൈന്റിന്റെ കോപ്പി തന്റെ PA-യുടെ കയ്യില് വിളിച്ചു പറഞ്ഞോളാം ഞാൻ. जी. ആ നന്ദനും ഫിറോസും ചേർന്ന് നിന്റെ ജീവനും സുരക്ഷയ്ക്കും പോലും ഭീഷണി ഉണ്ടാക്കുന്നു, സംരക്ഷണം വേണം എന്നൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ വക്കീല്? ചേർത്തു. പക്ഷെ കേട്ടോ വിശ്വേട്ടാ, അവന്മാരെ എന്നെ കുത്തിപ്പിടിക്കുന്നതിന് പകരം ചുമ്മാതങ്ങ് വിളിച്ചിരുത്തിയതേ ഇതുപോലൊരു 4 ലാർജ് ഒഴിച്ചു തന്നിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അറിയാവുന്നതല്ല നല്ല കിളി കിളി പോലെ പറഞ്ഞു പോയനെ ഞാൻ. സത്യം വിശ്വേട്ടാ, അവന്മാർക്ക് എന്റെ വെള്ളത്തിനോടുള്ള വീക്ക്നെസ് അറിയാമെങ്കിലുണ്ടല്ലോ, പിന്നെ തീർന്നു, നശിച്ചു. അപ്പൊ അങ്ങനെ ഒരു അപകടം ഇനി ആയാലും സംഭവിക്കാൻ നിനക്ക് അല്ലേടാ? അല്ല വിശ്വേട്ടാ, ഞാൻ പേടിക്കാതെടാ. ആണ്ടവൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി വണ്ടിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറയണവന്. എങ്ങോട്ട്? തൽക്കാലം നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ആരും അറിയാതൊരു മുങ്ങല്, അതാ ബുദ്ധി. വിശ്വേട്ടാ, അതേടാ. എന്നിട്ട് സീനിയർ ജേർണലിസ്റ്റ് അരവിന്ദൻ മിസ്സിംഗ് എന്ന് പത്രങ്ങളെ കൊണ്ട് എഴുതിക്കും വിശ്വനാഥൻ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമ്പോ ഒന്ന് വിറയ്ക്കും നന്ദഗോപാലും ഫിറോസും. വിറയ്ക്കണം, നിന്നെ ഉപദ്രവിച്ചതിന്. വേണ്ടേടാ? വേണം. ദാ കഴിക്ക്. വേണ്ട വിശ്വേട്ടാ. കഴിക്കടാ. അപ്പൊ ഇന്ന് രാത്രി തന്നെ ഏതെങ്കിലും ട്രെയിൻ, കേട്ടല്ലോ? സോറി. മൈ ഗോഡ്, എപ്പോ ഫിറോസ്? എവിടെ? Damn it. ഞാൻ ദാ പുറപ്പെട്ടു കഴിഞ്ഞു. സർ. വിപിൻ, come. Yes, boss. എന്താടോ? ഓ, സംഭവം കഴിഞ്ഞിട്ട് ഇതിപ്പോ കുറഞ്ഞ ഒരു 5-8 മണിക്കൂറെങ്കിലും ആയി കാണും സാർ. ആളൊഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ആരുടെയും കണ്ണി പെട്ടില്ല. പിന്നെ ഇതിപ്പോ കയ്യോ കാലോ ഏതാണ്ട് ഒരു കഷ്ണം പട്ടി അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആരാണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാ നമ്മൾ വിവരം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ വണ്ടി കയറി ഇറങ്ങി 4-5 തുണ്ടമായി പോയി സാറേ. പക്ഷെ തിരിച്ചറിയാൻ എളുപ്പമാ. മോന്ത ക്ലീൻ. Shut up, you. നോക്കി നിൽക്കാതെ വലിച്ചു പൊക്കടോ. But Vipin, you have to get me some more detailed prints.
അതെ കുരുവിത്തടം. എന്നാത്തിന്? എന്റെ ഒടേ തമ്പുരാനെ കാത്തു. പിന്നെ പത്രമാഫീസ്. എടോ സഭാപതി, പോലീസിൽ എല്ലാത്തിനാണോ പേടി? പത്രമാഫീസിലല്ല, എവിടെ വേണേ കയറി പിടിക്കാലോ പോലീസിന്. താൻ ധൈര്യമായിട്ട് പോരെ. ബേവിച്ചലാ പറയുന്നത്. വാ. പിന്നെ ആ സപ്ലിമെന്റിന്റെ മാറ്ററോടെ ഒന്ന് റെഡിയാക്കണം. കേട്ടുല്ലോ? എടോ അമ്പലവാസി, എടോ വാറ്, തന്റെ മറ്റവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോണത് തന്റെ നന്ദഗോപാലിന്. അത് ഇപ്പോഴേക്ക് എത്തും പോലീസ്. എന്തിന്? എടോ മറ്റേ അരവിന്ദൻ ചത്തില്ലേ, അതുമായിട്ട് ഏതാണ്ട് ഇടപാടുണ്ടെന്ന് ഇയാൾക്ക്. ഈശ്വര, ചെല്ലടോ, ചെന്ന് ഇറക്കിക്കൊണ്ട് വാ ആ തെണ്ടിയെ. നന്ദൻ, എന്താ മാഷ്, എന്തു പറ്റി? നന്ദൻ പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറണം. എന്തിന്? യെസ്, കമൻ. ബുദ്ധിമുട്ടാവുന്ന അറിയാം, പക്ഷെ നിങ്ങൾ എന്നോടൊന്ന് വരണം. അല്ല, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. സർ, മരിച്ചു പോകുന്നതിന് മുമ്പ് മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾക്കെതിരെ എഴുതി കൊടുത്ത പരാതിയുടെ കോപ്പി അത് നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പോലീസിനെ നിങ്ങളെ ചോദ്യം ചെയ്യണം. ദാ വാറണ്ട്. ബോസ്, കം. അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ മാറോ. മാറി നിൽക്കണോ? മാറാൻ. സാർ കേരളം. ഇഡിയറ്റ്, അവിടെ നിർത്തവനെ. അവന്റെ ഒരു സാറ്. ഇവനെ വിലങ്ങ് വെച്ചിറക്കി കൊണ്ടുവരാനല്ലോ പറഞ്ഞു വെച്ചത് തന്നെയൊക്കെ. സാർ, ഇദ്ദേഹം എന്ന് വിളിക്കാൻ ഇവൻ ആരാടോ? ഈ തെണ്ടി തന്റെ DGP യോ അതോ തന്റെ വെക്കണോ വിലങ്ങ്? സാർ, കൈയെടുക്കണം മിസ്റ്റർ. അയ്യോ, എങ്ങനെ? ഈ കൈ ഒന്ന് എടുക്കണം പ്ലീസ്. ഒരുത്തന്നെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തള്ളിയച്ച് നിന്ന് ഉത്തരവിടുന്നോടാ പട്ടി. നോക്കി നിൽക്കാതെ വിലങ്ങ് വെക്കണോ? കൈ എടുക്കണം പൊന്നു. നിങ്ങൾ എന്തോ ശാന്തമായി കാണിക്കുന്നത്? ഇതൊരു പത്രസ്ഥാപനമാണ്. കിളവ പഠിപ്പിക്കുന്നോടാ. അടിച്ചു ഒതുക്കണായി പട്ടിയെ. വിലങ്ങി വെക്കണായി പട്ടിയെ. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? തല്ലരുത്. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? വഴക്കലി വേണ്ട, നിർത്താൻ. അന്വേഷണം കണ്ടവന്റെ നെഞ്ചത്തൊട്ട് കയറ്റം എന്നിട്ട് എടുക്കുന്നതിന്റെ ഗതികേടും എന്റെ പത്രത്തിന്റെ മനമാ താനിന്ന് കെടുത്തി കളഞ്ഞത്. അറിയാമോടോ? സ്റ്റുപ്പിറ്റ്. ഒന്ന് മാറിക്കേ. മാറ് മാറ്.
പോട്ടെ നന്ദൻ, ടേക്ക് ഇറ്റ് ഈസി. I'll talk to the old man. He'll listen to me. കൂട്ടത്തിൽ ഒരുത്തനെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടിട്ടൊന്ന് എതിർക്കാൻ, ഒന്ന് നാവ് പൊന്തിക്കാനുള്ള തന്റെ ഇടം പോലും ഉണ്ടായില്ല ഒരുത്തനും. വർഗബോധമുള്ള ഒരൊറ്റ പത്രപ്രവർത്തനം ഉണ്ടായില്ലേ കൂട്ടത്തില്, ഈ പാവം വാരിയൊഴിച്ച്. അല്ലേ? കഷ്ടം. എടോ വാഴക്കാലി സർ, അറിയാലോ, കേരളരശ്മി ഡയറക്ടർ എന്ന നിലയിൽ ഹി ഈസ് മൈ സബ്ജക്ട്. ഇവരെയൊക്കെ പോലെ തന്നെ എന്റെ പ്രജയാണ് ഇയാളും സർ, ഈ നന്ദനും സർ. സോ ഡോണ്ട് ഡു എനി മോർ ഹാം ടു ഹിം. ഇനി തൊട്ടുപോകരുത്, കേട്ടില്ലേ സർ? I'll take care of you. വരട്ടടോ. നോക്കി നിൽക്കാതെ വലിച്ച് കേട്ടടോ അവനെ.